ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പക്ഷെ അതല്ല, എന്നോട് സംസാരിക്കുമ്പോ, എന്നെ പിടിച്ചടുത്ത് നിർത്തുമ്പോ, ഒടുവില് അവരുമ്മയും തന്ന് യാത്രയാക്കുമ്പോ അതൊരു അമ്മ തന്നെയായിരുന്നു. ഇങ്ങനെ നവീന ഒന്നിച്ച് ബെഡ്റൂമിൽ ചെന്നപ്പോ അവിടെ ഒരു നാഗത്തെ കണ്ടെന്നാ മോള് പറയുന്നേ. അയ്യോ, ഒന്നും അവസാനിക്കുന്നില്ലല്ലോ സിനി. മാം എന്തായാലും കളരിക്കൽ മുത്തശ്ശി വിളിച്ചെന്ന് ചോദിക്കും. കർമ്മങ്ങൾ എന്തെങ്കിലും ബാക്കി കിടക്കോ, പിഴവ് വരുമോ മറ്റോ ചോദിക്കാം. ഒരു പെണ്ണിന്റെ കണ്ണീര് കൊണ്ടെല്ലാം നേടിയെടുത്തു എന്ന് കരുതിയതാ. പക്ഷെ കണ്ടില്ലേ, നാഗശാപമല്ല, അവളുടെ കണ്ണീരിന്റെ ശാപമാ. ഒന്നും അറിയാത്തൊരു പെൺകുട്ടിയുടെ കണ്ണീരിന്റെ ശാപം. അത് പെട്ടെന്നൊന്നും തീരില്ല. അയ്യോ, എന്താ പറയാച്ചാ? എടുക്കാതിരിക്കാനും പറ്റൂല. ഹലോ, ആ നീ എവിടെയാ? ഞങ്ങള് ഹോസ്പിറ്റലാണല്ലേ. ഏത് ഹോസ്പിറ്റലാ? ഞാൻ അങ്ങോട്ട് വരാം. അളിയാ, അതെ, ഇത് കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലാ. അളിയനെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാവും. അതേതപ്പ അങ്ങനെ ഒരു ഹോസ്പിറ്റല്? എവിടെയാണെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചോളാം. അളിയ, ഞാനും കീർത്തി ഇവിടെ ഉണ്ടല്ലോ. തൽക്കാലം ഇവിടെ വേറെ ആരുടെ ആവശ്യമൊന്നുമില്ല. എന്താ അവൾക്ക്? ഫുഡ് പോയ്സൺ ആണെന്നാ ഇവിടുത്തെ ഡോക്ടർമാര് പറഞ്ഞത്. ഇപ്പൊ കുറവുണ്ട്, നല്ല കുറവുണ്ട്. ഡോക്ടറുടെ പേരെന്താ? ഞാൻ വേണമെങ്കില് നമ്മുടെ ഡോക്ടർ വല്യത്താനെ കൊണ്ട് വിളിപ്പിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലയാ. അവര് കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് തന്നെ നോക്കുന്നുണ്ട്. ഫുഡ് പോയ്സൺ കുറച്ച് കഠിനമായിട്ടുണ്ടെന്നാ ഇപ്പൊ പറയുന്നത്. അത് മാത്രമേ ഉള്ളൂ ഒരു കുഴപ്പം. വീട്ടിൽ നിന്നുള്ള ഭക്ഷണമല്ലേ അവൾ കഴിച്ചിട്ടുള്ളൂ? അതോ പുറത്തുനിന്ന് വല്ലതും വാങ്ങിച്ചു കഴിച്ചോ? ഒന്നും വാങ്ങിച്ചു കഴിച്ചിട്ടില്ല. പക്ഷെ ഓരോ ശരീരപ്രകൃതിക്ക് അനുസരിച്ചല്ലേ ഈ രോഗങ്ങളും ബിംബിഷ്ടവും ഒക്കെ വരുവുള്ളൂ. നിർമ്മല അടുത്തുണ്ടോ? ഇല്ലില്ല, ഞാനും കീർത്തി മുറിക്ക് പുറത്താ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമായിരുന്നു. കുറച്ച് കഴിയുമ്പോ ഞാൻ അവളെ കൊണ്ട് അങ്ങോട്ട് വിളിപ്പിക്കാം. ഇവിടത്തെ തിക്കും തിരക്കിനിടയില് അവളുടെ കാര്യത്തിൽ വേണ്ട ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അതിൽ കുറ്റബോധമുണ്ട്. അതുകൊണ്ടാ ബുദ്ധിയാ ഞാൻ പറയുന്നേ. എത്ര ദൂരെയായാലും ഞാൻ അങ്ങോട്ട് വരാന്ന്. അതിന്റെ ആവശ്യമൊന്നും ഇല്ലളിയാ. അതെ, ഈ ഫുഡ് പോയ്സൺ വളരെ കഠിനമായതുകൊണ്ട് അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉള്ള സ്ഥലം ഇവര് വേറെ പറഞ്ഞു തന്നതാ. അത് കുറച്ച് ദൂരെയാ. വീട്ടിലെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടളയാ. ഞങ്ങൾ ഉടനെ തന്നെ അങ്ങ് എത്തിക്കോളാം. ആ, ഇവിടെ ചില പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നം? ആദ്യം നിങ്ങൾ ഇങ്ങോട്ട് വാ, എന്നിട്ട് പറയാം. എല്ലാരും കൂടി ഇങ്ങോട്ട് വരൂ അച്ഛാ. ഇല്ല, അത് ഞാൻ മുടക്കിയിട്ടുണ്ട്. പക്ഷെ അമ്മയുടെ അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ പറയാതെ നിവർത്തിയില്ല എന്നുള്ള അവസ്ഥ വരും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും എല്ലാവരുടെ മുന്നിൽ പറഞ്ഞാലേ ഈ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ തെരുവിലേക്ക് അങ്ങ് ഇറങ്ങിയാ മതി. പിന്നെ ആ കളരിക്കല് നമ്മളെ കേറ്റില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് ആലയം പറഞ്ഞത്. അതെന്തായിരിക്കും? എന്തോ ഗൗരവമുള്ള കാര്യമാണെന്നാ സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നിയത്. നമ്മൾ അങ്ങോട്ട് ചെന്നിട്ട് നേരിട്ട് പറയാന്നാ പറഞ്ഞത്. അയ്യോ, അതവളുടെ മരണം തന്നെ ആയിരിക്കണേ. ഇനിയിപ്പോ ആര് മരിക്കണം, ആര് ജീവിക്കണം എന്ന് പ്രാർത്ഥിക്കേണ്ട അവസ്ഥയിലായല്ലോ ഞാൻ. എന്റെ ദൈവമേ. അതെ ഗോപാലമാമ, കളരിക്കലുള്ള
ആരെങ്കിലും എന്നെ കണ്ട പ്രശ്നമുണ്ടോ? ദൂരെന്ന് അവരാരെങ്കിലും കണ്ട എനിക്കൊരു സൂചന തരണേ. എങ്ങോട്ടേലും ഒളിക്കാൻ വേണ്ടിയാ. മോളോട് പോരണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. അവിടെ ഇരുന്നാൽ ശരിയാവില്ല. അമ്മ എന്റെ അടുത്ത് വന്ന് ഓരോന്ന് പറയുമ്പോ ഞാൻ പെട്ടെന്ന് വല്ലാണ്ടായി പോവും. എന്ത് ചെയ്യാനാ? അറിയാതെ കണ്ണു നിറഞ്ഞ് എന്തേലും പറഞ്ഞാ പിന്നെ അത് മതി അമ്മയ്ക്ക്. അതുകൊണ്ട് മാത്രല്ല, വെറുതെ ഇരുന്നിട്ട് എന്താ പ്രയോജനം? ഇതിപ്പോ എന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ എന്തേലും കണ്ടുപിടിക്കണ്ടേ? കളരിക്കലുള്ള ഒരു മോളെ കാണുവാണെ കാണട്ടെ. അതോടെ ചിലപ്പോ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. എന്താ ഗോപാലമാമ ഇത്? ഗോപാലമാമനും ഞാനും അമ്മയ്ക്ക് കാണുന്ന സ്വപ്നങ്ങള് വേറെയാണ്. സിത്താരം മേഡത്തിന് കൊടുത്ത വാക്കാണ് പ്രധാനം. എന്നെ ആരെങ്കിലും കാണുന്നതിന്റെ പേരില് ഗാഥയുടെ ജീവിതത്തിന് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. എന്റെ അമ്മ എന്റെ കാര്യത്തിൽ എത്ര വിഷമിക്കുന്നുണ്ടാവും, അതുപോലെ തന്നെയാണ് ഗാഥയുടെ കാര്യത്തില് സിത്താരം മേഡവും. ഇത്രയൊക്കെ ഉണ്ടായിട്ടും മോൾ അവരെ ന്യായീകരിക്കുന്നുണ്ടല്ലോ. അവരെന്ത് ചെയ്യാനാ? അവരുടെ മോൾ ആഗ്രഹിച്ചത് അവര് നേടിക്കൊടുക്കണ്ടേ? ആ, അത് മാത്രല്ല ഗോപാലമാമ, യാത്രയാക്കുമ്പോ സിത്താരമ്മയുടെ എന്നോട് കൊറേ സംസാരിച്ചു. കൊറേ സമയം എന്റെ കൂടെ ചെലവഴിച്ചു. വേണമെങ്കിൽ നമുക്ക് കരുതാം, അവർക്ക് വേണ്ടതൊക്കെ കിട്ടിയപ്പോ അതൊക്കെ കരുതി കൂട്ടി ചെയ്യുന്നതാണെന്നും. ഒന്ന് യാത്ര പറഞ്ഞാലോ കരഞ്ഞാലോ എന്താ കുഴപ്പമെന്ന്. പക്ഷെ അതല്ല. എന്നോട് സംസാരിക്കുമ്പോ, എന്നെ പിടിച്ചടുത്ത് നിർത്തുമ്പോ, ഒടുവില് അവരുമ്മയും തന്ന് യാത്രയാക്കുമ്പോ അതൊരു അമ്മ തന്നെയായിരുന്നു. അതാ എന്നെ പലതും മാറ്റി ചിന്തിപ്പിക്കുന്നെ. കളരിക്കലിന്ന് ആരേലും വരുന്നുണ്ടോന്ന് നോക്കിക്കോണേ. ഇതിപ്പോ നമ്മൾ സാധാരണ നിൽക്കാത്ത സ്ഥലമൊന്നുമല്ല. അവരാരും ഇങ്ങോട്ട് വരത്തുമില്ല. മോള് ധൈര്യമായിട്ടിരിക്കെ. എന്നാ കുഴപ്പമില്ല. ഞാനേ ഈ കയ്യിലുള്ള ടിക്കറ്റ് ഒന്ന് വിറ്റ് തീർക്കട്ടെ. ചേട്ടാ, ഒരു ലോട്ടറി എടുക്കോ? സിനി, ആ സുനന്ദ വന്നായിരുന്നോ? ഇല്ല മാഡം, വരാറാവുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എന്തു പറ്റി മാം? എന്തു വേണമെങ്കിലും ഞാൻ എടുത്തു തരാം. സുനന്ദ വരുമ്പോ കൃഷ്ണന്റെ കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചറിയാലോ എന്ന് കരുതിട്ടാ. മാം, കൂടുതൽ കൃഷ്ണയായിട്ട് അടുക്കുവാണല്ലേ?